പറ്റിക്കാൻ നോക്കിയാണ്. കണ്ണാപ്പി നീ എന്റെ കൂടെ വന്നേ, എനിക്ക് നിന്നെ കൊണ്ടൊരു ഉപകാരമുണ്ട്. വന്നേ അഴകിൽ ഇതേ എവിടുന്ന് ചാടണ്ട, ഒന്നും പറ്റൂല. പല്ലടിച്ച് വീണല്ലേ? അല്ല ഞാൻ പയ്യ ഇറങ്ങി വന്നു. പല്ലടിച്ച് വീഴാൻ മരുന്ന് കേട്ടാ. ആരെങ്കിലും ഇതൊക്കെ പറഞ്ഞ് ചാടുകയാണ്. എനിക്കറിയാടാ നീ ഇങ്ങനത്തെ ഒരു ഫുഡാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് പോകാനും പള്ളി സാധനം കിടക്കണം. അതുകൊണ്ട് എടുത്ത് ചന്ദ്രനെ വിളിച്ചു. കണ്ണാപ്പി കുറച്ച് ദിവസമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ നീ എന്റെ അടുത്ത സൈഡ് നിക്ക്, വലത്തെ സൈഡ് നിക്ക്, വലത്തെ സൈഡ് ഇടത്തെ സൈഡ് നിന്ന്. ഓക്കെ അണ്ണന്റെ പാപ്പൊക്കെ പാപ്പ മാത്രം. ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാൻ നേരം വെറുതെ അതിന്റെ ഇടയ്ക്ക് കയറി മറ്റേ കോമഡി സീരിയസ് ആയിട്ട് സംസാരിക്കാൻ ഇടയ്ക്ക് ഒന്ന് കൊണ പറയരുത്. ഓക്കെ, ഇപ്പം എന്റെ വലത്തെ സൈഡ് നിൽക്കുന്നതാണ് ടിവിയിലെ മെയിൻ വള്ളി കണ്ണാപ്പി. ഇടത്തെ സൈഡ് നിൽക്കുന്നത് പരവള്ളി. നിന്നെ ഒരു കോ ലീഡർ ആക്കി വെച്ചിരിക്കല്ലേ ഞാൻ. നീ ഇപ്പൊ ഒരാളോട് സംസാരിക്കുന്ന കണ്ട ചന്ദ്ര നിന്റെ തല പിടിച്ച് മറ്റേ അടിച്ചങ്ങ് തിരിക്കാൻ തോന്നും. നീയും ഇവനും കൂടെ സിറ്റി കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണെന്ന് എനിക്കിപ്പോ നന്നായിട്ട് അറിയാം. സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാ, ഇന്ന് രണ്ട് കൊച്ചു ചെറുക്കന്മാരെ ഈ തെണ്ടിര പോയി എനിക്ക് അടിവാങ്ങിച്ചു തന്നു ഈ ഏരിയന്റെ പേര്. എന്ത് സംഭവം പറയണോ ചന്ദ്ര, ഞാനിപ്പോ കുറച്ച് ഫണ്ട് സെറ്റ് ആക്കി തരാന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കറുത്ത് കാറിന്റെ അകത്ത് കൊടുത്ത മിണ്ടാതിരിക്കുകയാണ്. നീ ആ കോർണറിൽ പോയിട്ട് അവിടെ അങ്ങോട്ട് തിരിഞ്ഞു തന്നെ ഷമ്മി നിൽക്കുന്ന പോലെ, എന്നിട്ട് 1 മുതൽ 100 വരെ ഉണ്ട്. ഞാൻ വരുമ്പോ കൗണ്ട് കേൾക്കണം എനിക്ക്. എന്നാ അതായത് ഇപ്പൊ നമ്മുടെ സിറ്റിയിലെ ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഫ് ഹോൾഡ് ചെയ്താ നമ്മളെ കാറിന്റെ അകത്ത് നമുക്ക് തള്ളിയിടാൻ പറ്റും. എന്നിട്ട് നമുക്ക് ആ കാറെടുത്തോട്ട് പോകാൻ പറ്റും. അങ്ങനെ ഈ നായിന്റെ മായി അവനെ വലിച്ചിറക്കിട്ട് അവന്റെ കാറെടുത്തോട്ട് പോയി. ഇവ എന്റെ കൂടെ വന്നിട്ട് ഞാൻ എന്തേലും അവിടെ ഒറ്റയ്ക്ക് അവര് 3 നാളിനുണ്ടായിരുന്നു. അവര് ചാടി ഇറങ്ങി എന്നെ വണ്ടി കുളക്കര എന്റെ ചെളക്കി 2 തന്നു എന്നെ വലിച്ചിറക്കിട്ട് അവൻ എന്റെ വണ്ടി എടുത്തോണ്ട്. നിനക്ക് അറിയാലോ ഇവൻ ഇങ്ങനത്തെ ഒരു മൈരനാണ്. എന്തിനാ ഇങ്ങനെ കൂടെ കൊണ്ടു നടക്കുന്നേ? എന്തിന്റെ ആവശ്യം? നീ എണ്ണിയോ നിന്റെ സാരം ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ 100 എണ്ണയില്ലെങ്കിൽ ഇവന്റെ സാമാനം ഒരു 10 ആയിട്ട് മുറിഞ്ഞു പോണം. എന്നിട്ട് റോഡിൽ ഇങ്ങനെ കിടന്ന് തുടിക്കണം. അതിന്റെ മണ്ടയിൽ കൂടെ പാണ്ടിലോർ കയറി ഇറങ്ങി അടുത്ത മറ്റേ കുട്ടാട്ടത്ത് ഞാൻ വരും. ഈ എടുത്ത വണ്ടി ഞാൻ അവന്റെ പോയി പിടിച്ചു. അങ്ങനെ അവനെ അടിയും കൂടി അവന്റെ വാങ്ങിച്ചോണ്ട് അവൻ ഇടിയും കൊടുത്തിട്ട് വരുന്ന വഴിക്ക് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ അതേ നിൽക്കില്ല സെക്യൂരിറ്റി നമ്മുടെ ഇവിടെ സിറ്റിസൺ അല്ല അത് ഞാൻ കൊടുത്തവന്. എന്നിട്ട് ഞാൻ വരുന്ന വഴിക്ക് എന്നിട്ട് അവന്റെ വണ്ടി പിടിച്ചു വാങ്ങിച്ചോണ്ട് ഞാൻ വരുന്ന വഴിക്ക് ഞാൻ കണ്ട കാഴ്ച പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെക്യൂരിറ്റി ഇല്ലേ ലെവൻ ആ ബക്കറ്റ് തലയിൽ അവൻ എടുത്ത് ഇടിച്ച് പൂശിട്ട് അവൻ എവിടെ എടുത്തിട്ട് സൈഡിലിട്ട് ഇടിച്ച് പോകുന്നല്ല തറയില്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവന്റെ ഈ സ്വഭാവം ചന്ദ്ര നമുക്ക് 2 പേർ കൂടെ ഇന്ന് മാറ്റാം. അതാണ് ഇന്നത്തെ കണ്ണെടുപ്പിക്കല്ല കൊണ്ടുപോകണം, എന്നാലും ശരിയാവും. എനിക്ക് കൊണ്ടുപോകണ്ട. എന്തോടാ കണ്ണാപ്പി? 100 എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ മറ്റേ പട്ടിണി കിടന്ന് മറ്റേ ഇവിടെ നക്കി നിരങ്ങി മറ്റേ ഫുഡ് പോലും കഴിക്കാനില്ലാതെ എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്ന് BGM ഒക്കെ ഇട്ട് തെണ്ടി കയറുന്ന സമയത്ത് നിനക്കൊരു റെസ്പെക്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തെങ്കിലും പറയണ കാര്യം നിനക്ക് നീ അനുസരിക്കുവോ? സത്യം 100 എണ്ണിയാണ് അദ്ദേഹം. നമ്മളെ അണ്ണന്മാരൊന്നും പഠിപ്പിച്ചില്ലണ. നമുക്ക് 50 വരെ ചന്ദ്ര നീ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പിന്നെ പഠിപ്പിക്കാനുണ്ട്. നീ നമ്മൾ ആ പോയ സോഫ എടുത്തോട്ട് പോവാൻ വന്നേ.
ആ ഓക്കെ അണ്ണാ. അപ്പൊ ഞാൻ പറഞ്ഞോണ്ണാ. എടാ പിന്നെ നിന്നെ പഠിപ്പിക്കാൻ നിന്റെ അച്ഛനെ കൊണ്ട് പോണം ഞാൻ. പന്നെ പാടാ കൂടാ എല്ലാത്തിനും ന്യായം ചോദ്യവും. നീ വന്ന് നീ മറ്റേ കണ്ടോണ്ടാക്കാൻ നിൽക്കില്ല നീ എന്റെ അടുത്ത്. മനസ്സിലായോ? എടുത്ത് കളയും ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് ചതുരത്തൊക്കെ കേട്ട് ആലോചിച്ചു വരുവാണ് ചിരിച്ചോണ്ട് ആലോചിച്ചു വരിക. ഉള്ള സത്യം എന്താണ് ചന്ദ്ര ആലോചിച്ച് വന്ന എന്താടാ? അത് ഒരു മാറ്റമില്ല. ചന്ദ്ര ചിരി കോമഡി പറ അവനെങ്ങനെയാ ചന്ദ്ര അവനെങ്ങനെ അനാഥനായത്? അച്ഛൻ എന്താ വിഷുവിന് പടക്കറിയുണ്ടോ കൊന്നാണ് ഇത് അതിന്റെ പോയി. അല്ലാണ്ട് ഇവനൊക്കെ അല്ലെങ്കിൽ അണ്ണൻ തന്നെ ആലോചിച്ചു ഇവന്റെ കയ്യിൽ പിന്നെ അല്ലെങ്കിൽ ഇവ എങ്ങനെ അനാഥനാവട്ടെ. അത് കൊള്ളാം. അത് കിട്ടില്ലായിരുന്നു. കൊട്ട വരെ ചിരിച്ചത്. എന്റെ കൊട്ട വരെ എടാ പല്ല കഴറവാനെ നീ കൊറേ നാളാ കേട്ടാ. നിന്റെ പൊട്ട അണ്ടി അവിടെ വലിച്ചു പോവാൻ ഞാൻ കൂടെ കളഞ്ഞ കേട്ടാ. നിന്റെ സംസാരം നിന്റെ ഇരുന്ന് സംസാരിക്കാം. ഇവിടെ ഇരിക്കാനുള്ള തിരിച്ചു കയറാൻ പോലും പറ്റാ. ഏണിയൊക്കെ ഉണ്ട് കേട്ടോ. ഏണിയൊക്കെ ഉണ്ട് കേട്ടാ. ഏണി വാ. വേണ്ട 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 ഞാൻ ഇവിടെ ഇത് ഇരുന്ന് കഴിഞ്ഞാൽ എണീക്കാൻ പറ്റൂല കേട്ടാ. വാ വാ ഇരി ഇതാണ്. ഇത് കസേരല്ലേ? കസേരല്ലേ? എന്ത് എടാ കണ്ണാപ്പി പറഞ്ഞോ. നീ ആരും നിന്റെ അച്ഛന്റെ കൊട്ടായ പൊക്കി വെച്ചിരിക്കണം നിന്നെ. അല്ലടാ തിക്കറിട്ടായിരുന്നല്ലേ കൊട്ടക്കൊക്കെ ഇച്ചിരി കാട്ടി കയറിയേ. താഴോട്ടിറങ്ങിടാ. അല്ല ഞാൻ കഷ്ടാണ് ഇരിക്കുന്നത്. എന്റെ നീ മര്യാദ ഞാൻ ഒന്നുകൂടെ ഇരിക്കാൻ പറ്റി. ഇപ്പഴാ ഒരു മിനിറ്റ് സംസാരിക്കാതെ ഒന്നിരിക്കാൻ പറ്റുമോ? ഒരു മിനിറ്റ് ഞാൻ പറയുന്നവരെ ഓക്കെ എന്ന് പറയുന്നവരെ സംസാരിക്കാതെ. നിങ്ങള് രസമാണെന്ന് ഈ കടൽ തീരത്ത് ഇങ്ങനെ ഇരിക്കാൻ നോക്ക്. ഒരു മിനിറ്റ് ഒന്നും മിണ്ടല്ലോ. ഒരു മിനിറ്റ്. ആഹാ കടലിന്റെ ആ ഓളം ഇങ്ങനെ അടിച്ചറിയുന്നു. എന്ത് സമാധാനം അല്ലേ? എന്താണ് മെക്ഡൊണാൾഡ്സ് ഫ്രഞ്ച് ഫ്രൈസ് അടിച്ച് കയറ്റി വരികയാണ്. വെച്ച് വിടുന്ന വെച്ച് അതെ അണ്ണ കേട്ടോ സൈലന്റ് വിട്ടിട്ട് ബാക്കിയുള്ള തല വെക്കുന്നത് കേട്ടോ. അണ്ണൻ ഇതണ്ണ ആളണ്ണൻ. നമ്മള് സ്ഥിരം കൂട്ടുകാരുടെ പരിപാടി ഇല്ലേ മറ്റേ സ്വന്തമായിട്ട് ഇട്ടിട്ട് എന്താണ് കാണിക്കുന്നത്? എന്താണ് കാണിക്കുന്നത്? കണ്ണാപ്പി ഞാൻ നിന്റെ അടുത്ത് എന്തിനാണ് നിന്റെ അടുത്ത് കുറച്ചു നേരം മിണ്ടായിരിക്കാൻ പറഞ്ഞറിയാവോ? എന്തിനാണെന്ന് അറിയോ നിനക്ക്? എടാ ഈ മനുഷ്യന്മാരുടെ ജീവിതത്തില് സമാധാനം എന്ന് പറയുന്ന ഒരു സാധനം കൂടെ ഉണ്ട്. എന്താണെന്ന് നിനക്കൊന്ന് അറിയിച്ചു തരാൻ. ചില രുചികൾ ആൾക്കാർക്ക് അറിയത്തില്ലായിരിക്കും. അപ്പൊ നമ്മൾ സാധനങ്ങൾ കൊടുത്താലേ രുചി മനസ്സിലാവുള്ളൂ. അതുപോലെ നിനക്ക് നിന്റെ ജീവിതത്തിൽ അറിയാത്തൊരു സാധനമാണ് ഈ സമാധാനം അല്ലെങ്കിൽ സന്തോഷമായിട്ടിരിക്കുക. ഇതൊന്നും നിനക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അത് നിന്നെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. അത്രേ ഉള്ളൂ. നീ ഒരു മിനിറ്റ് ഒന്ന് മിണ്ടായിരുന്നേ. ഞാൻ നിന്നെ ഒന്ന് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നിന്നത്തോടെ നിന്നെ നന്നാക്കാൻ പറ്റുമോ ഞാൻ നോക്കി നോക്കട്ടെ. അണ്ണനൊരു സമാധാനമില്ല. അണ്ണന്റെ ഇടത്തെ സൈഡിൽ തിരിഞ്ഞു നോക്കുമ്പോ ഒരു സമാധാനം പോയി. വലത്തെ സൈഡിൽ തിരിഞ്ഞു നോക്കുമ്പോ പോയി. ചത്തിറങ്ങും ചവൻ പോലെ സമാധാനം. എന്നാ പിന്നെ യോഗ എടുത്ത നീ ഒന്ന് കുറച്ചു നേരം ഒന്ന് മിണ്ടായിരുന്നേ. കുറച്ചു നേരം ചന്ദ്ര ഒന്ന് കിടക്കടാ.
അതൊക്കെ പലേറ്റല്ലേ ഇവിടെ കിടക്ക്. അടങ്ങി കിടക്ക് ചന്ദ്ര, അടങ്ങി കിടക്ക് ഒരു കുറച്ചു നേരം. കണ്ണാപ്പി ഇതാണ് സമാധാനമാർത്തി. കണ്ട, നമുക്ക് എല്ലാത്തിനും പോകാൻ വഴികളുണ്ട്. നിങ്ങൾ വിചാരിച്ചില്ലേ ഇന്നും വാറായിരിക്കുമെന്ന്? പക്ഷെ അല്ല, മനസ്സിലായോ? ഇതാണ് സമാധാനമാർത്തി. അണ്ണാ അണ്ണാ ഞാൻ പാട്ടിട്ടോട്ടെ വിരോധല്ലെങ്കിൽ? ഓ ഒരു പാട്ടുണ്ട്, ഒരു പാട്ടുണ്ട്, ഒരു പാട്ട് സൈലന്റ് ആ. ഇതുവരെ കേരള ഗെയിം ഫസ്റ്റ് ടൈം ഇൻ കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റി. കോപ്പറേറ്റീവ് ആണോ? ഞാൻ തന്നെ പാടാം. വേണ്ട വേണ്ട വേണ്ട, ബാബു ചേർന്ന് വിളിച്ചാ. ബാബുന്റെ വൈഫിനെ കൊണ്ട് ആ ഹോസ്പിറ്റലിൽ പോയേക്കോ. പനി, അവർക്ക് നല്ല പനി കൂടിയിരിക്കുക. ഹോസ്പിറ്റലിൽ പോയേക്കോ. ബാബു കുറച്ച് കഴിയുമ്പോഴത്തേന് വരും. പാട്ടെടുത്ത് എടാ കണ്ണാപ്പിയിൽ പാട്ടറ മ്യൂസിക്കിലാണാ? കണ്ണടച്ചിരിക്കണേ, കണ്ണടച്ച് പീസാണേ. നിങ്ങളെല്ലാരും കണ്ണടക്കണേ, നിങ്ങളെല്ലാരും കണ്ണടക്കണേ, എല്ലാരും കണ്ണടക്കണേ. കുറച്ച് നേരത്തേക്ക് ഞാൻ പറയുമ്പോ നീതി പുലർത്തുന്നവര് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കണ്ണുറല്ലേ ചാറ്റ് വരാൻ പാടില്ല. നിങ്ങൾ എല്ലാരും കണ്ണടക്കണേ, എല്ലാരും കണ്ണടക്കണേ, എല്ലാരും കണ്ണടക്കണേ. സരക്കെ സൗണ്ട് ഇല്ല. നാല് പേർക്കുള്ള സ്ഥലമുണ്ട്, നീ കിടക്ക്. അല്ലല്ല ഇത് വേറെ കളിക്കാത്തൊരു കണ്ടോല്ലേ ഞാനില്ല. അയ്യോ അങ്ങനല്ല അങ്ങനത്തെ പരിപാടിയല്ലേ ഇത്, വേറെ പരിപാടി. ഇത് റിലാക്സേഷൻ പ്രോഗ്രാം അല്ല, അത് മനസ്സിലായി. നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ വാറ അടക്കുമ്പോ അതിന് വെടിവെക്കാൻ വേണ്ട, ഫുള്ള് റിലാക്സ് ചെയ്ത് സാമാന്യ തളത്തിൽ കിടന്നാൽ മതിയല്ലേ. നമുക്കെന്നാ പറയുന്നത് അങ്ങനെയല്ല, മനസ്സിലായില്ലേ? ഗ്യാങ് ഡ്രസ് ഒക്കെ ഇട്ടിരിക്കണം, എപ്പൊ വേണം പോകേണ്ട എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ കുഴപ്പമില്ല, തളർത്തിട്ട് കിടന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പയ്യെ ചൊറഞ്ഞു കൊടുത്തൊക്കെ കടാ, കൊട്ടായി ചൊറഞ്ഞു കൊടുത്ത് കടാ. കുഴപ്പമില്ല. നിങ്ങൾ വല്ലപ്പോഴും വന്ന് എൻജോയ് ചെയ്യുന്നല്ലേ, ഒന്നും കുഴപ്പമില്ല. എന്താ നീ കൂടിയവരോട് സാറേ വാസന നമ്മള് കുറച്ച് കണ്ണാപ്പിന്റെ കുറച്ച് കാര്യം പറഞ്ഞു കൊടുക്കണം സാറേ. ആളെ കയ്യിൽ പൊക്കോണ്ടിരിക്കുകയാണ്, മനസ്സിലായില്ല? അപ്പൊ അവനെ തിരിച്ചു ആര് പറയുന്നേ. അവര് മറ്റേ സപ്പോർട്ട് വേണം. ആരെങ്കിലും 3 പേര് സപ്പോർട്ട് ഉണ്ടെങ്കിൽ സംസാരിക്കുന്നവനാണ് ചന്ദ്രൻ. ഇങ്ങനെ ഷോർട്സിന് വേണ്ടിട്ട് കൂടെ നിർത്തിയതല്ലേ നിന്റെ ഷോർട്സിന് വേണ്ടിട്ട് താല്പര്യമില്ല. അതെ അങ്ങനത്തേനാണ് നീ. ഞാൻ പറയട്ടെ, നീയും ബാബു ഇട്ടേന്ന് കണ്ടോട്ടെ മറ്റേ ചുളിവിലെ മറ്റേ ഇതടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. എന്നാ വേറെ ആരെങ്കിലും പറയുന്ന കോമഡിക്ക് ഇരുന്ന് മറ്റേ ഇതാക്കി കാണിച്ചിട്ട് ഷോർട്സ് ഇടണം കേട്ടാ. അണ്ണാ നമുക്ക് വിഷയത്തിൽ നിങ്ങളിപ്പോ എന്തൊരു പാട്ട് കേട്ടിരിക്കാൻ വേണം? ചെറിയൊരു റിലാക്സേഷൻ പ്രോഗ്രാം നിനക്കും കിട്ടും. ഞാൻ നിന്നോളാം. സൗണ്ട് 20 രൂപ. നീ ഒന്നും മിണ്ടായിരുന്നു കേക്കാവോ? സന്തോഷമല്ലേ കണ്ണാപ്പി? നീ ഒരാളെ കൂടല്ലേ സന്തോഷം? കറക്റ്റ് സന്തോഷം. ചന്ദ്രനൊക്കെ ഭയങ്കര വാറല്ല മറ്റേ വെടിവെക്കുന്നില്ല, വന്ന് ചന്ദ്രന്റെ മറ്റേ പാട്ട് കേട്ടോണ്ടിരിക്കുന്നു. ഇതാണ് കുറച്ച് രാത്രി ഇതൊക്കെ ചെയ്യണ. ഇത് തന്ത്രമാണോ? ഇത് സന്തോഷമാണ്.
കുട്ടനാട് കുട്ടനാട് ഞണ്ടി. ഓക്കെയാണോ? അണ്ണാ പാട്ട് അണ്ണാ ഞാൻ കത്തി അണ്ണാ പാട്ടിട്ടാലും പോയാ നോക്ക് ചന്ദ്രൻ അണ്ടി മാത്രം വെട്ടിയിട്ട് പോയാ ഇല്ല ഇതിന് ഓപ്പിയ വഴിയില്ല നമുക്ക് ഈ ഏരിയ പോണേ പാട്ടേക്ക് അരമണിക്കൂർ കേക്കട്ടെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് പാട്ട് കേട്ടിട്ട് ആള് തലക്കെന്തോ തിരുതല്ലാത്ത ആളെ പേരും കേട്ടോ വേറെ ആരും കേട്ടോ തിരക്കെ ഇത് ഞാൻ വൈബ് പിടിച്ചു പോയി തിരക്കെ കേൾക്കാൻ പോലും പറ്റില്ല സത്യം പറയാല്ലേ ഈ പാട്ട് വൈബ് പിടിച്ചു പോയി കൊട്ടനാട് കൊട്ടാരത്തിന്റെ പാട്ടാണ് ഇത് മറ്റേ കൊട്ടനാട് മൊത്തം കൊട്ടാരല്ലേ എടാ കോഹ്ലിയുടെ ലീഡറും കോഹ്ലിയുടെ വെച്ച് ബാക്കി വാണങ്ങളൊക്കെ ഇറങ്ങി നടന്നു ഗ്യാങ്കോസിലോട്ടോ നീ മാത്രമേ ഉള്ളൂ പോ ആ വാസു പറ ഇല്ല ചന്ദ്രൻ അല്ല കളി നന്നിട്ടൊക്കെ പോയി കണ്ണിനു കണിയാകും പെണ്ണാടു കൊയ്തു വരും കച്ച നിറ പാട്ട് പോണില്ലടാ. ആർക്ക് കുഴപ്പമില്ലെന്ന് അല്ല ഞാൻ ഇവിടെ ഞാൻ ഒരു കാര്യം പറയട്ടെ കണ്ണാപ്പി, എനിക്ക് നിന്നെ തീരെ പിടിക്കുന്നില്ല ഈയിടെ ആയിട്ട്. എനിക്ക് നിന്നെ ഒട്ടും പിടിക്കുന്നില്ല, ഒട്ടും. അതെന്താണോ നമ്മള് മറ്റേ വേടൊക്കെ യൂസ് ചെയ്യുന്നോണ്ടാണോ? ഏത് വേട്? കൊട്ട. നീ ഇത് ഇന്റൻഷനലി ചെയ്യണതല്ലേ കണ്ണാപ്പി നീ ഇത്? അയ്യോ അല്ലല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവനിപ്പോ എല്ലാരോടും ഇതാണ് യൂസ് ചെയ്യുന്നത്. അവൻ അങ്ങ് ശീലം. ഞാനിപ്പോ സത്യം പറഞ്ഞു ചേട്ടാ ഇത് ആരെ കണ്ടാലും ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ബാക്കിയുള്ള ഗ്യാങ്സിനൊക്കെ ഒരു വിചാരമുണ്ട് ഇത് ഈ കൊട്ടാന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ അങ്ങ് ട്രിഗർ ആവുന്നത്. ഇതിപ്പോ നമ്മളിപ്പോ ക്യാഷ്വലായിട്ട് കൊട്ടാന്നൊക്കെ അമ്മമാർക്ക് ആ പ്രശ്നമൊന്നുമില്ല. അതാ ഇപ്പൊ അമ്മമാർക്കാണ് ഇപ്പൊ ഈ കൊട്ടാന്ന് കേൾക്കുമ്പോ നമുക്കിപ്പോ അതൊരു പ്രശ്നമല്ലണ്ടാ. ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ അങ്ങ് ഡെയിലി യൂസ് ഒക്കെ ഇപ്പൊ ഇപ്പൊ സിറ്റി വരുമ്പോ അത് ഇത് നമ്മുടെ ഡെയിലി ലൈഫ് യൂസ് സത്യം പറഞ്ഞ ഈ കൊട്ടാന്ന് പറയുമ്പോ വാസിന് ഫീൽ ആവുന്നുണ്ടോ? ഇല്ലല്ല, എനിക്ക് ഫീൽ ഒന്നും ഇല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, അപ്പൊ പിന്നെ ധൈര്യമായിട്ട് പറഞ്ഞോടാ കണ്ണാപ്പി കൊട്ട. അങ്ങനെ ഇന്നൊരു പടം ഇറങ്ങിയിട്ടുണ്ട് കിങ് ഓഫ് കൊട്ട, കാണാൻ പോയാലും നിന്റെ അച്ഛനെ കൊണ്ടുപോയിട്ട് കാണിക്കും. കിങ് ഓഫ് കൊട്ട സ്റ്റാറിംഗ് രാജ്യം അത് കിട്ടാനാണ് കേട്ടാ, അത് കിട്ടാനാണ്. ഇനി അവൻ പറയില്ല, ഒരു അനിയനെ എന്നുള്ള രീതിയിൽ ക്ഷമിച്ചോളാം. ചന്ദ്രൻ ആ വഴിക്ക് പോയോ? അവന്റെ തോക്കിപ്പോഴും കേരളങ്ങളും കൊണ്ടുപോയി പോയി അവൻ. ഞാൻ പറഞ്ഞില്ല അവന്റെ പാട്ട് ഇടണമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞാണ്, കേൾക്കൂല. ഹലോ എവിടെയാണ്? അറിയാൻ സ്ഥലത്ത് മേടിക്കണോടാ, മേടിച്ചില്ല. അപ്പൊ ലൊക്കേഷൻ കാണിക്ക്. ഒരു മിനിറ്റ് ഗൈസ്, ഒരു മിനിറ്റ്. ഓ മെയിൻ ഗാരേജ് ആണല്ലേ? ഓക്കെ വരാം അങ്ങോട്ടേ. തൊലി കൂടുതല് അയ്യോ അണ്ണാ സരക്കിന് എന്തോ പാട്ട് പാടി ചിരിച്ചോണ്ടാ ഞാൻ വേറെ ചെയ്തില്ല. ഇവിടെ നീ ചിരിക്കണ്ട, ഞാൻ പാട്ട് പാടും വെടിവെച്ചതേലും കൊള്ളത്തൊന്നും ഇല്ലായിരുന്നു. തിന്നാൻ ഭക്ഷണമില്ല, ഫുഡില്ലെന്ന് പറഞ്ഞ തെണ്ടി വന്നാനൊക്കെയാണ് ഇവിടെ ഇരുന്ന് ഇപ്പൊ മറ്റേ ഡയലോഗ് അടിക്കുന്നത്. ഇതൊക്കെ നിന്റെ ഇടിയൊന്നും കൊള്ളുന്നില്ല അണ്ണാ, ഇതുപോലും കൊള്ളിക്കാൻ പറ്റുന്നില്ല. കണ്ണാപ്പിലെ
മിണ്ടായിരിക്കാൻ പറഞ്ഞാ മിണ്ടായിരുന്നോണം. വാ തുറന്നാ അടിച്ചാൽ കേട്ടി തരും. ഞാൻ പറഞ്ഞേക്കാം കേട്ടല്ലോ. അത് തരണം സാറേ. സോറിയും പറയുന്നല്ല. വാ തുറന്ന് പറഞ്ഞാൽ തുറക്കരുത്. ഇനി എന്റെ ചെത്തിപ്പാര തോക്കൊക്കെ എടുത്തിരിക്കുന്നത് സമാധാനമില്ല. ഞാൻ പറയട്ടെ, കുറച്ച് ദിവസം കുറച്ച് ദിവസം ഒന്ന് സ്വാതന്ത്ര്യം കൊടുത്തപ്പോഴത്തേക്കിന് അവൻ കൊട്ടയെ പിടിച്ച് വലിക്കണം. ഇപ്പൊ കുറച്ച് ദിവസം ഒന്ന് സ്വാതന്ത്ര്യം കൊടുത്തപ്പോഴത്തേക്കിന് ഇനി എന്റെ വായന കൊട്ട പട്ടി എന്ന് പട്ടിക്കൂട്ടി ഇടണം, പിടിച്ച് മടി ഇരുത്തരുത്. സത്യം, ജർമ്മൻ പട്ടി. ഇനി എന്റെ വായന വീട്ടിലാണ്. പക്ഷെ അണ്ണാ ഇത് ഞാൻ പറഞ്ഞില്ലേ, നാളെ ഉള്ള ഗ്യാങ്ങുകാരെല്ലാം ഇത് പറയുമ്പോ പ്രശ്നം. ഡയലോഗ് പറഞ്ഞ ആളൊക്കെ അപ്പുറത്തെ കൈയിലോട് ആർപ്പ് ചെയ്ത പുള്ളിയാണ്. കേട്ടില്ലേ അത് ഭാരതി സ്റ്റേഷന്റെ ഇടയ്ക്ക് അണ്ണാ? അതൊക്കെ ഒരു ഫണ്ണായിട്ട് എടുക്കണം അണ്ണാ. നമ്മൾ എത്ര ഫണ്ണുകൾ കണ്ടിരിക്കുന്നേ.